ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഉപ്പുമാവാണ്. നമുക്ക് കട്ട പിടിക്കാതെ കുഴഞ്ഞു പോകാതെ നല്ല പൊടിയായിട്ട് കിട്ടുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് റവയാണ് എടുക്കുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുണ്ട്, ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും, ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അതിനുവേണ്ടി ഞാൻ ചോപ്പറാണ് ഉപയോഗിക്കുന്നത്. ചോപ്പറിലാകുമ്പം എല്ലാം ഒരേ വലുപ്പത്തിൽ ചെറുതായിട്ട് നൈസായിട്ട് നമുക്ക് അരിഞ്ഞ് കിട്ടും. ഇതേപോലെ ക്യാരറ്റും സവാളയും ഒന്ന് ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇത് പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടും. ഇനി പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ 2-3 വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം അതൊക്കെ മാറി നല്ലതായിട്ട് വെന്ത് കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഈ ക്യാരറ്റും സവാളയും നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റവ ആഡ് ചെയ്യാം. നമ്മുടെ ഈ ഒരു ഗ്ലാസ് അളവിൽ റവയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. റവ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിൽ ആവുന്നിടം വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് റോസ്റ്റഡ് റവയാണ് എങ്കിൽ തന്നെയും ഇതേപോലെ ഒന്ന് ലൈറ്റ് ഷെയ്ഡിലൊന്ന് വറുത്തെടുക്കുമ്പോൾ നല്ലൊരു സ്വാദ് കിട്ടും നമ്മുടെ ഉപ്പുമാവിന്. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഞാൻ 2 പ്ലേറ്റ് ഉപ്പുമാവിന് വേണ്ടിയാണ് 1 ഗ്ലാസ് റവ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ പൊൻകതിറിൻ്റെ റവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് നല്ല ടേസ്റ്റ് ആട്ടോ. മറ്റ് റവകളുടെ അപേക്ഷിച്ച് പൊൻകതിറിൻ്റെ ആകുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നമുക്കിതിലേക്ക് തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് റവയ്ക്ക് 1 ഗ്ലാസ് തിളച്ച വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ വെള്ളം എല്ലായിടവും ഒന്ന് നനച്ച് കൊടുക്കാം. എന്നിട്ട് തവിയിട്ട് ഇളക്കുകയോ ചെയ്യരുത്. തവിയിട്ട് ഇളക്കാതെ നമുക്കതൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് നമുക്ക് തവിയിട്ട് ഇനി ഇളക്കി കൊടുക്കാം. അത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഉടച്ചിട്ട് കൊടുത്താൽ മതി. പൊടിയായിട്ട് വന്നോളും കേട്ടോ. ഇപ്പം ഒരു 1/4 ഭാഗം കുക്കായിട്ടുണ്ട്. അപ്പം ഇതേപോലെ ആദ്യം തന്നെ തവിയിട്ട് ഇളക്കാൻ പോകരുത്. അടച്ചു വെച്ച് 5 മിനിറ്റിന് ശേഷം മാത്രം തവിയിട്ട് ഇളക്കിയാൽ മതി. നിങ്ങളിങ്ങനെ ചെയ്യുവാണെങ്കിൽ അതിൽ കട്ട പിടിക്കാതെയും ഒട്ടിപ്പിടിക്കാതെയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയായിട്ടുള്ള ഉപ്പുമാവ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാ പാവവും നന്നായിട്ടൊന്ന് ഇളക്കി ഇട്ടതിന് ശേഷം ഒന്നുകൂടെ മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്നുകൊണ്ടൊന്ന് ആവി കയറ്റി വെക്കാം. അപ്പോഴത്തേക്ക് ഉപ്പുമാവ് നല്ല സോഫ്റ്റ് ആവും കേട്ടോ. അപ്പം ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പം ഒന്നൊന്നും തൊടാതെ നല്ല സോഫ്റ്റ് ആയിട്ട് പുട്ട് പോലുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഇവിടെ ആർക്കും താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് തേങ്ങ ഇട്ട് കൊടുക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകില്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോകില്ല കേട്ടോ. എന്നാൽ ഓക്കെ, താങ്ക്